ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വൈറ്റ് സോസ് മാക്രോണി ഉണ്ടാക്കാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ റംദാനിക്ക് ഉണ്ടാക്കിയതാണ്. ഞാൻ 18th റംദാനിൽ ഞാൻ പറയുന്നുണ്ട് ഫുൾ അതിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിലുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം 1.5 ടേബിൾ സ്പൂണോളം സാൾട്ടും ഓയിലും കൂടി ഇട്ട് തിളച്ചതിന് ശേഷം മാക്രോണി ഇടുന്നുണ്ട്. എന്നിട്ട് വേറെ ഒരു പാനിലോട്ട് ഞാൻ ബട്ടർ ഇടുന്നുണ്ട്. 2 to 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇടുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് ഞാൻ ഗാർലിക് ഇട്ടതിന് ശേഷം പിന്നെ ഓണിയനും കൂടി ഇട്ടിട്ട് പിന്നെ ക്യാപ്സിക്കം കൂട്ടിയിട്ട് നന്നായി വെന്തതിന് ശേഷം കുറച്ച് സാൾട്ടും ബ്ലാക്ക് പെപ്പർ പൗഡറും ചില്ലി ഫ്ലാക്സും ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കട്ടോ. ഞാൻ പിന്നെ അതിനെ മാറ്റി വെച്ചിട്ട് പിന്നെ പാനിലോട്ട് 3 ടേബിൾ സ്പൂണ് ബട്ടറും പിന്നെ അതിലോട്ട് 5 ടേബിൾ സ്പൂണ് മൈദയും കൂടിയിട്ട് നന്നായി മിക്സ് ആക്കട്ടോ. പിന്നെ നന്നായി ബട്ടർ തേഞ്ഞിട്ടാന്ന് വെച്ചിട്ട് പിന്നെ കുറച്ച് ബട്ടർ ഇടുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം അതിലോട്ട് 5 കപ്പ് മിൽക്ക് ഒഴിക്കട്ടോ. 5 കപ്പ് മിൽക്ക് ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം മൈദ. എന്നിട്ട് അതിലോട്ട് ചീസ്, ഒരിഗാനോ ഇടാം. പിന്നെ ചില്ലി ഫ്ലാക്സ് ഇടുന്നുണ്ട്. എന്നിട്ട് നേരത്തെ വെച്ച ഉള്ളിയും ക്യാപ്സിക്കം ഉണ്ടല്ലോ, അത് അതിലോട്ട് ഇട്ട് പിന്നെ കുറച്ചും കൂടി സാൾട്ട് ഇടുന്നുണ്ട്. ഇതൊക്കെ ഇട്ട് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം കുറച്ചൊരു ബോയിലായിട്ട് വരും. അപ്പോഴേക്ക് മാക്രോണി ഇട്ടാൽ മതി കേട്ടോ. മാക്രോണി ഇട്ട് നന്നായി മിക്സ് ആക്കുക. അപ്പോൾ ഞങ്ങൾ മാക്രോണി റെഡി ആയിട്ടുണ്ട്. വൈറ്റ് സോസ് മാക്രോണി ടേസ്റ്റ് അടിപൊളിയായിരുന്നു. അപ്പോൾ